ഇതെന്താടാ ഇത്? ആരോട് പറയോട് പുറപ്പെട്ടു പോവുക? എന്താ നിന്റെ ഉദ്ദേശം? അച്ഛനെങ്ങനെ ഇവിടുത്തെ? എടാ, നീ ആരാണെന്നും എന്താണെന്നും നീ എവിടെ വരെ പോകുന്നു എനിക്ക് നന്നായിട്ട് അറിയാം. ഞാനേ നിന്റെ തന്തയാ, അത് ഓർമ്മ വേണം. അല്ല, എന്താ നിന്റെ ഭാവം? എടാ, നിന്റെ അമ്മയുടെ നെഞ്ചിൽ തീയാണെന്ന് വല്ല ബോധ്യം നിനക്കൊണ്ടോടാ? കൊണ്ടോടാ? തീ, അഗ്നി അറിവാണ് അച്ഛൻ. അതിപ്പോഴല്ലെങ്കിലും പിന്നീട് അവർക്ക് മനസ്സിലാവും. ആ അറിവ് തേടിയുള്ള യാത്രയാണ് എൻ്റെ. കോപ്പാണ്. നീ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട ശുംഭൻ. അച്ഛന് പറയണമെന്നുണ്ടാവും, പക്ഷെ പറ്റില്ല. ഞാൻ ആ പരബ്രഹ്മത്തെ അന്വേഷിച്ചാണ് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. എല്ലാം തുടങ്ങുന്നതും ഒടുങ്ങുന്നതുമായ ആ നിത്യചൈതന്യം. നീ ഭ്രാന്ത് പറയാതെ പുറപ്പെട്ടു വന്നേ. ഇപ്പൊ പോയാൽ ഊണിന് മുമ്പ് വീട്ടിലെത്താം. എടാ, അമ്മ ഇവിടെ അസല് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാ. ഞാനൊരിടത്തേക്കില്ല അച്ഛ. ഞാനിവിടെ തന്നെ ജപവും ധ്യാനമൊക്കെ ആയിട്ട് ഇവിടെ പിന്നെ പ്രസാദമൊട്ടും ഉണ്ടല്ലോ. എടാ, സന്യാസം വളരെ ഉയർന്ന ഫലമാണ്. നിനക്ക് നല്ല പ്രായമായിട്ടില്ല. അച്ഛാ, പ്രായമല്ല പക്വതയുടെ ലക്ഷണം. എല്ലാത്തിനെയും പതിയെ പതിയെ വേണ്ടെന്ന് വെക്കാനുള്ള മനസ്സ്, അഥവാ ത്യാഗം. എല്ലാ രസങ്ങളെയും വേണ്ടെന്ന് വെക്കാനുള്ള ഉറപ്പുള്ളൊരു മനസ്സ്. അതവിടെ വെക്കട്ടെ. നീ എന്താ നിന്റെ ഫോൺ ഓഫ് ചെയ്ത് വെച്ചേക്കണേ? നിന്നെ എന്തോരം വിളിച്ചെന്നറിയോ എല്ലാവരും? അതിൽ വരുന്നൊക്കെ അനാവശ്യമൊക്കെ അച്ഛാ. ക്രെഡിറ്റ് കാർഡിന്റെ കോളല്ലേ? അത് നിന്റെ ഭാര്യ അടച്ചു. ഇനി നീ ധൈര്യമായിട്ട് ഫോൺ ഓൺ ചെയ്തോളൂ. നല്ല ഫിൽട്ടർ കോഫിയുടെയും മസാല ദോശയുടെയും മണം. ശരി അച്ഛാ, എന്നാ പോയാലേ? എന്നാ വാ. അച്ഛാ, മാമ്പഴ പുളിശ്ശേരി ബാക്കിയുണ്ടോ? പിന്നെ അത് ഇഷ്ടംപോലെ. ഉറപ്പല്ലേ അച്ഛാ? പിന്നെ വയറ് നിറച്ച് കഴിക്കാം.